ഹായ് ഗായ്സ്, ഈ കാവടി തുള്ളിപ്പോൾ തന്നെ നോക്കിക്കേ, കരഞ്ഞു പോയി തിരിച്ച് വരാൻ പോകുന്നത് ഞാനാണിതെന്ന് കണ്ടാൽ പറയൂ. അങ്ങനെ ഉച്ചയ്ക്കായിരുന്നു ഗായ്സ് എനിക്കിന്ന് ക്ലാസ്. അങ്ങനെ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങി സെറ്റായി പോകുന്നൊരിക്കുന്നു എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണും. ബിക്കോസ് എന്നെ ഒരു എലി മാന്തി. എലീനെ സ്നേഹിക്കാൻ വന്നാന്ന് തോന്നുന്നു, പക്ഷെ സ്നേഹം ഇച്ചിരി കൂടി പോയി ചള്ളം വെള്ളം എന്നെ മാന്തി പറിച്ച്. അപ്പം പിന്നെ ഇപ്പോൾ ഒരു ചീറ്റി എടുത്തേക്കാന്ന് കരുതി, കാരണം എനിക്ക് ചെറിയ പനിയും കൂടെ ഉണ്ട്. എങ്ങാനും എലിപ്പനിയായാലും എന്ന് പിടിച്ചാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം വേണ്ടാന്ന് തോന്നി. കാരണം എനിക്ക് 3 ഇഞ്ചക്ഷനായിരുന്നു എടുത്തത് ഗൈസ്. ഒരു ടി ടിയും 2 വാക്സിനേഷനും. എൻ്റെ അമ്മേ, പോരാഞ്ഞിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയി 2 ഇഞ്ചക്ഷൻ കൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അപ്പുറം ഇപ്പുറം കയ്യിൽ കുത്ത് കിട്ടിയിട്ട് ഇന്ന് സങ്കടത്തോടെ വിഷമിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. കാരണം എനിക്ക് കോളേജിൽ പോകാനുള്ള അവസ്ഥയില്ല. കാരണം കൈക്കാണ് നല്ല പെയിനായിരുന്നു. ബാഗ് ഇടാനോ ഒന്ന് നടക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ തിരിച്ച് കടയിൽ കയറി ഒരു ജ്യൂസൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ക്ലാസ്സിന് പോകാത്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. അങ്ങനെ തിരിച്ച് പാട്ട് പാടിപ്പോയി ഞാൻ തിരിച്ച് കരഞ്ഞു പോയി വീട്ടിലേക്ക് വരികയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കണ്ട എലിയുടെ കടിയൊന്നും പിടിക്കാതെ ഹാപ്പിയായിട്ട് സേഫായിട്ടുണ്ടാവും. കാരണം വാക്സിനേഷൻ എടുത്ത് നിങ്ങൾ മുടി. കാരണം എനിക്ക് ഈ മാസം 3 വാക്സിനും അടുത്ത മാസം 1 വാക്സിനുണ്ട്. അതായത് എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുക്കേണ്ട അവസ്ഥയായിരിക്കും എൻ്റെ. പണ്ട് പട്ടി കടിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത്രയും വാക്സിൻ നിർത്തി വെച്ച ഞാൻ ഇപ്പോൾ എലി കടിക്കുമ്പോൾ ഇത്രയും വാക്സിൻ ഉണ്ടെന്ന് അറിഞ്ഞു ഗൈസ്. അങ്ങനെ എലിയുടെ കടിയൊന്നും നിങ്ങളത് സേഫായിട്ടിരിക്കണേ. ബൈ ഗൈസ്.